സോ ഗൈസ്, ഇന്നെൻ്റെ പിറന്നാളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. പിറന്നാൾ എന്നൊക്കെ പറയുന്നത് നോർമലി എന്തൊക്കെയാണ് ചെയ്യുന്നത്, പള്ളിയിൽ പോകും, കേക്ക് മുറിക്കും എന്നല്ലാതെ അങ്ങനെ ആഘോഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഈ വർഷം എന്തുകൊണ്ടോ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു ഈ വർഷം എൻ്റെ പിറന്നാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരുടെ കൂടെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഞാൻ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം ഈ വർഷത്തെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് വീഡിയോ ആണത്, ഫസ്റ്റ് പിറന്നാൾ വീഡിയോ ആണത്. സോ സന്തോഷമായിരുന്നു, ഹാപ്പിയാണ്. കാരണം ഒരുപാട് പേര് നമ്മളെ ചെറിഷ് ചെയ്യാനും ഹാപ്പി ആക്കാനും ഒരുപാട് പേരുള്ളപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ജന്മദിനമാണ് ഈ 2025. കഴിഞ്ഞ വർഷം 2024 എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇനി വീണ്ടും അതിനെ പറ്റി പറയുന്നില്ല. കാരണം എങ്കിലും ഞാൻ അത്യാവശ്യം ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു. പുറമേ ചിരിച്ച് ഉള്ളിൽ കുറച്ച് കനം വെച്ചൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി, സിറ്റുവേഷൻസ് ചേഞ്ചായി. സോ ദൈവത്തിന് നന്ദി എന്നാണ് ഞാൻ ആദ്യമായി പറയാം. ദൈവത്തിന് നന്ദി. സിറ്റുവേഷൻസ് ചേഞ്ചായി, സന്തോഷമായി, ഹാപ്പിയായി. ഞാൻ എന്താ പറയുക, ലൈഫ് ഭയങ്കര സന്തോഷത്തിലൂടെ പോകുന്ന ടൈമിൽ ഈ ഒരു ജന്മദിനം ഇനി അടുത്ത വർഷം അറിയില്ല എന്താ ഉണ്ടാവുക, എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് ഈ വർഷത്തെ പിറന്നാളാഘോഷം. ഫ്രണ്ട്സായിട്ട് നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരായിട്ടൊക്കെ ആഘോഷിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഓഫീസും അങ്ങനെയൊക്കെ ആയിട്ട് ആഘോഷം ആ ഒരു നല്ലൊരു ലെവലിലായിട്ട് പോകാൻ പറ്റി. പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പിറന്നാളൊക്കെ ആഘോഷിക്കണം. ഇപ്പോൾ കുറേ പേരൊക്കെ പറയാറുണ്ട് ഞാൻ പിറന്നാൾ ആഘോഷിക്കാറില്ല, എന്തിനാ പിറന്നാൾ ആഘോഷിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മുടെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ചില്ലെങ്കിൽ വേറെ ആരും ആഘോഷിക്കാനായിട്ട് വരില്ല. ഒരു പിറന്നാൾ വിഷു കേൾക്കുക, സന്തോഷം നിറഞ്ഞ ഒരു ജന്മദിനാശംസകൾ കേൾക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. സോ നമ്മളോട് തന്നെ ഒരു ജന്മദിനാശംസകൾ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇത്രേ പറയാനുള്ളൂ. നമ്മൾ പിറന്നാൾ ആഘോഷിക്കണം, ജന്മദിനം ആഘോഷിക്കണം. ആരില്ലെങ്കിലും നമ്മൾ സ്വയമേ ആഘോഷിക്കണം. സ്വയമേ ഒരു കേക്ക് കട്ട് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഒരു ജന്മദിനം ആഘോഷിക്കണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. സോ പിന്നെ മാത്രമല്ല, എന്തൊക്കെ ആയിക്കോട്ടെ, ആരൊക്കെ ഞാൻ പറയുന്നത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ആരെന്തൊക്കെ ചെയ്തോട്ടെ, ആരെന്തൊക്കെ നമുക്ക് വേണ്ടി അപവാദമോ എന്തും പറഞ്ഞു വരുത്തിക്കോട്ടെ, നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടായാൽ മതി. വേറെ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ വെറും എന്താ പറയുക, ഒന്നുമില്ല, നമ്മുടെ ശരീരത്തിൽ ഏൽക്കത്തേ ഇല്ല. കാരണം നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് പരിപൂർണമായിട്ടും ഓക്കെയാണ്, എൻ്റെ കാര്യമാണ്, അതെനിക്ക് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മളെ സ്നേഹിച്ചും നമുക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വേറെ ആരും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, നല്ലൊരു എന്താ പറയുക, എന്തൊക്കെ പറഞ്ഞു കൂട്ടിയാലും എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. കാരണം എനിക്ക് നല്ലൊരുപാട് ഫ്രണ്ട്സ് ഉള്ളതാണ്. കാരണം നമുക്ക് നമ്മളിൽ, അതായത് എന്തെല്ലാം കുറേ പേര് കുറേ അപവാദങ്ങളും കുറേ കുറ്റങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെയും ഇന്നും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുള്ളത്. അതൊക്കെയാണ് എൻ്റെ ഈ ജന്മദിനത്തിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ കുറേ പേരുണ്ട്, അങ്ങനെ കുറേ പേര് നമുക്ക് വേണ്ടി സംസാരിക്കാനും നമുക്ക് വേണ്ടി നിൽക്കാനും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാനും ഒരുപാട് പേരുണ്ട്. പാരൻസ്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കസിൻസ്, നമ്മുടെ ഫാമിലി, അതൊക്കെ വലിയൊരു അസറ്റാണ്. ഒപ്പം തന്നെ നമ്മുടെ നല്ല സുഹൃത്തുക്കൾ. സോ അവരുടെ കൂടെയാണ് ഈ വട്ടം എൻ്റെ പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. ഇന്നൊക്കെ ആയിട്ടും നാളെയൊക്കെ ആയിട്ട്, നാളെ എമ്പുരാറങ്ങാണ്. സോ എമ്പുരാറങ്ങുന്നതിൻ്റെ ഒരു ആഘോഷത്തോട് കൂടിയിട്ടാണ് ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. സോ ഇന്നലെ ലേ മെറിഡിയനിൽ പോയി ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ജന്മദിനാശംസയായിരുന്നു, ആ ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോസ് അങ്ങനെ എടുത്തില്ല. ലേ മെറിഡിയനിൽ പോയി നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഇന്ന് ഹയാത്തി പോകുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നാളെ എമ്പുരാനോട് കൂടിയിട്ടാണ്, എമ്പുരാന് ടിക്കറ്റ് കിട്ടി. അതെൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. കാരണം എൻ്റെ ബർത്ത്ഡേക്ക് ഏതെങ്കിലും മോഹൻലാലിൻ്റെ ഒരു പടം ഇറങ്ങാറുണ്ട്.
ലൂസിഫറും എനിക്ക് തോന്നുന്നു മാർച്ച് 26 മറ്റോ ഒക്കെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു കട്ടലാരാട്ടൻ ഫാൻ എന്ന രീതിയിൽ നാളത്തോടു കൂടിയിട്ടാണ് എൻ്റെ പിറന്നാളാഘോഷം അവസാനിക്കുക. സോ എമ്പുരാന് വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം നിറങ്ങിയൊരു ജന്മദിനം ആണ് ഇന്ന്, ഈ വർഷത്തെ. സോ താങ്ക്സ് ടു ഗോഡ്, ദൈവത്തിന് നന്ദി. പാരൻസ്, എൻ്റെ കൂടെയുള്ളവർക്ക്, എൻ്റെ ഫ്രണ്ട്സിന്, എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ. ഇനി കുറ്റം പറയുന്നവരും അപവാദം പറഞ്ഞു വരുത്തുന്നവരും കുറ്റം പറയാൻ വേണ്ടി ജീവിക്കുന്നവരും ജീവിച്ചുകൊണ്ടേയിരിക്കുക, കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. സന്തോഷം, എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇന്ന്. ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെയാണ്. എന്നെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ FBയിലും ഇൻസ്റ്റയിലും ഒരു പോസ്റ്റ് ഇട്ട പോലെ തന്നെ ഞാൻ ഇന്ന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളും ബാക്കിയുള്ളവരുടെ അപവാദം പറഞ്ഞു വരത്തലും ബാക്കിയുള്ളവർ എന്നെ എങ്ങനെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അതൊന്നും ഇന്ന് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ബിക്കോസ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എന്നെ തളർത്താൻ ആർക്കും പറ്റില്ല. ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയെ തളർത്താനായിട്ട് ആർക്കും പറ്റില്ല. ബിക്കോസ് ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് തന്നെയാണ്. എന്നെ വെച്ചാൽ ഞാൻ ഒരു സെൽഫിഷാണെന്നല്ല, എനിക്ക് എന്നെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരിഷ്ടമാണ്, ഇനി എന്നെ അപവാദം പറഞ്ഞു വരുത്തുന്നവരിഷ്ടമാണ്, മാറിപ്പോയവരിഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു. ബിക്കോസ് ഞാൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. സോ ലവ് യുവർ സെൽഫ് ആൻഡ് ചെറിഷ് യുവർ സെൽഫ്, ദാറ്റ്സ് ഇറ്റ്. സോ ഹാപ്പി ബർത്ത്ഡേ ടു മീ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയൊരു വീഡിയോ നിർത്തുന്നു. താങ്ക്സ്.